അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ഡോക്ടർ റാമിന് നിതിൻ രാജിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ലോൺ ആപ്പിന്റെ ഭീഷണിയാണ് ആത്മഹത്യയുടെ കാരണമെന്നും ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭാഷണത്തിൽ ഡോക്ടർ റാം ഉണ്ടായിരുന്നില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. ശരത് SS നൽകും വിശദാംശങ്ങൾ. ശരത്ത്, ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എന്തായാലും അത് നിർണായകമാണ്. വിധി ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്താണ് വിവരങ്ങൾ? നിലവിൽ എന്തായാലും ഇന്ന് വിധി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഡോക്ടർ MK റാമിന്റെയും ഒപ്പം KT സംഗീതയുടെയും ജാമ്യാപേക്ഷയിലാണ്, ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി വിധി പറയാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിൽ വാദം പൂർത്തിയായിരുന്നു. അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് താൻ എന്നായിരുന്നു MK റാമിന്റെ പ്രധാന വാദം. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ SC/ST അതിക്രമ നിരോധന നിയമം നിലനിൽക്കില്ലെന്നും കോടതിയിൽ വാദിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കുകയും ചെയ്തു. ഇത്തരത്തിൽ റാം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളല്ല, മാത്രമല്ല അധിക്ഷേപിക്കുന്ന ആളുടെ ജാതിയല്ല, ഇരയാക്കപ്പെടുന്ന ആളുടെ ജാതിയാണ് പ്രധാനമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. മാത്രമല്ല ഡോക്ടർ റാമിന് നിതിൻ രാജിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. അതിന്റെ തെളിവാണ് ഇത്തരത്തിൽ ഈ നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അത്യാസന്ന നിലയിൽ കടന്ന സമയത്ത് നടത്തിയ പ്രതികരണം എന്നടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയും ചെയ്തു. അതേസമയത്ത് ലോൺ ആപ്പിന്റെ ഭീഷണിയാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പാലിന്റെ മുറിയിൽ നടന്ന സംഭാഷണത്തിൽ ഡോക്ടർ റാം ഉണ്ടായിരുന്നില്ല എന്നടക്കം പ്രതിഭാഗം കോടതിയിൽ വാദിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും ഒപ്പം നിതിൻ രാജിന്റെ കുടുംബം ഏർപ്പാടാക്കിയ അഭിഭാഷകന്റെയും ഒക്കെ തന്നെ വാദം കോടതി കേട്ടിരുന്നു. ഇതിൽ ഇന്നിപ്പോൾ എന്തായാലും കോടതി ഒരു തീരുമാനം പറയുകയും ചെയ്യും. ശരി, ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.